കടൽ വെള്ളം വിൽക്കുന്ന വ്യവസായം അങ്ങനെ വ്യവസായം എന്നൊക്കെ പറഞ്ഞ അത്തരം വമ്പൻ വ്യവസായമൊന്നല്ല. കഴിഞ്ഞ 70 വർഷമായി കോഴിക്കോട് സൗത്തിലെ 12 കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ കടൽ വെള്ളം വിറ്റാണ്. ഇവിടെ നിന്നും ഈ കാണുന്ന ടാങ്കുകളിൽ നിറച്ച് കോയമ്പത്തൂരിലേക്ക് കയറ്റി അയച്ചാണ് ഇവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഇവരുടെ 2 തലമുറകളാണ് ഇത്തരത്തിൽ ഈ വ്യവസായവുമായി മുന്നോട്ട് വന്നത്. ഈ വെള്ളം എന്തിനാണ് കൊണ്ടുവന്നത്? ഇത് പുകലേക്ക് കൊണ്ടുപോകണം. പുകലേക്ക് നനയ്ക്കാനുള്ള എന്നുവെച്ചാൽ പറിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് നനയ്ക്കാനുള്ള. നനച്ചിട്ടാണ് ഇത് ഭാരം ചെയ്യുന്നത്. ഇത് വെള്ളം വിറ്റിട്ട് കല്ലാക്കിയതിൻ്റെ ദിവസം പുകര ചുറ്റി പിടിച്ച് വെക്കും. 5 മാസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ പോണക്കത്തോളം വെള്ളം അടിച്ച് ഒരിങ്ങനെ അടിച്ചടിച്ച് വെക്കുകയുള്ളൂ. ഇത്രയും ദൂരേക്ക് എന്തുകൊണ്ടാണ് കോഴിക്കോട്ടെ വെള്ളം കൊണ്ടുവന്നത്? പഴയ കാലങ്ങളിൽ 10-20 കൊല്ലമായി. അത് നമ്മൾ ചെറുപ്പത്തിലുള്ളത് നമ്മുടെ വാപ്പൻ്റെമാർ പണിയാണ്. അതിങ്ങനെ തുടർന്ന് പോവുകയാണ് നമ്മുടെ കുടുംബങ്ങളായിട്ട്. ഒരു 12 കുടുംബങ്ങൾ ഇടിവെട്ടി മഴ ഇങ്ങനെ സമയത്തൊക്കെയാണ് പണി ഉണ്ടാവുക. ആർക്കും പണിയില്ല, നമുക്ക് പണി ഉണ്ടാവും, നമ്മളെ വാപ്പക്കും ഒക്കെ. അന്ന് രാത്രിയൊക്കെയാണ് കയറ്റില്ല, ഇപ്പോൾ പകരാ കയറ്റുന്നത്. അന്ന് രാത്രി വണ്ടി വേറെ മുകളിൽ വെച്ചിട്ടൊക്കെ കൊണ്ടിരുത്തത്. എന്നിട്ട് അവിടെ തട്ടിയിട്ട് പോയാൽ പിന്നെ നമ്മൾ രാത്രിയാണ് കയറ്റില്ല. ഇപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ കുറഞ്ഞതിനെ കൊണ്ട് ഒരു വണ്ടി വരും, ആ വണ്ടി നിറച്ച് പോകും. എത്ര ദിവസം കൂടുമ്പോഴാണ് വണ്ടി വരുന്നത്? അത് 2 ദിവസം, ഇപ്പോൾ ഒരാഴ്ചയിൽ 2 ഉണ്ടാവും. ആദ്യമൊക്കെ അതില്ല, ആദ്യം വണ്ടി ഉണ്ടെങ്കിൽ ആദ്യം. ആധുനിക കാലത്തും ഈ ടാങ്കുകൾ നിങ്ങൾ ഇപ്പോഴും കൈകൊണ്ടാണ് നിറയ്ക്കുന്നത്? നമ്മൾ കടലിൽ ഇറങ്ങിപ്പോയിട്ട് നിറച്ചിട്ട് ഊറ്റി കയറ്റും. അപ്പോൾ അയാൾ ഇപ്പോൾ മണ്ണൊക്കെ ഇവിടെ ഇടും. ഇപ്പോൾ മണ്ണില്ലല്ലോ ഇവിടെ. മണ്ണിട്ട് കഴിഞ്ഞാൽ സാധാ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അമർത്തി പിടിച്ച് കാർക്കിടും. എന്നിട്ട് മോട്ടറൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമാക്കി. മോട്ടർ വെച്ചാൽ ശരിയാവില്ല. മോട്ടർ വെച്ചാൽ പിന്നെ ആ മോട്ടറിൻ്റെ പൈസ വേറെ കൊടുക്കണ്ടേ. കുടുംബങ്ങൾ ജീവിച്ചങ്ങനെ വരുന്നതല്ലേ. അപ്പോൾ അതിനെ കൊണ്ട് ആ പൈസ അങ്ങോട്ട് പോകും. കടൽ വെള്ളമാണെങ്കിൽ വേഗം പൊട്ടിപ്പോകും. മോട്ടർ വേഗം കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ ആ പൈസ അതിലേക്ക് പോകും. പിന്നെ കിട്ടുന്ന പൈസ അങ്ങോട്ടേക്ക്. ഞാനിപ്പോൾ അങ്ങനെ ലെവലിൽ പോകണമല്ലോ. ഇനിയിപ്പോൾ അത് മണ്ണിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കും. വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പണിയാവുന്നത് കൊണ്ടാണ്. ഈ കല്ലൊക്കെ മണ്ണിട്ട് മൂടിഞ്ഞു. അപ്പോൾ നമ്മൾ ആ പണി ചെയ്യും. ഇല്ല, 12 കുടുംബത്തിലുള്ള എല്ലാ തലമുറകളാണ് ഉള്ളത്. മക്കളാണ് കൂടുതലുള്ള ആളുകൾ. മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി. ആ തലമുറകളാണ് ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നത്. വലിയ ലാഭകരമല്ല, അന്നന്ന് ജീവിച്ചു പോവാം, അല്ലാണ്ട് വേറൊന്നുമില്ല. അവർക്കായാണ്. കമ്പനിക്കാണെങ്കിൽ പോലും നമ്മളിപ്പോൾ കമ്പനി നമുക്ക് വേണ്ടിയിട്ടാണ് കമ്പനി വരുന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ. അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ അവർക്ക് നമ്മളെ ഇത്രയും കൊല്ലങ്ങളായില്ലേ, 10 കൊല്ലമായില്ലേ. അപ്പോൾ ഇവരെ പട്ടിണിയിൽ കിടണ്ടെന്നുള്ള ലെവലിലാണ് ഇവർ വരുന്നത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 5-6 വണ്ടി വരുന്ന ഒരു സമുദ്രം ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി ഇപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ ആഴ്ചകളിൽ ഒരു വണ്ടിയിൽ 2 വണ്ടി. അത് നമുക്കും വേണ്ടിയിട്ട് വരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ കൂലിക്കുള്ളത് തന്നെ അവരായാലും സ്ഥിതി തന്നെയാണ്. മറ്റുള്ള സ്ഥലം കൂലിപ്പണിക്കായിട്ട് ഇങ്ങനെ പോയിങ്ങോട്ട് നിൽക്കും. അല്ലാതെ ഇതെന്ന് വെച്ചിട്ട് കാത്തു നിൽക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് 2-3 വണ്ടി വരുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നേ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഒരു വണ്ടി ആഴ്ചയിലോ 2 വണ്ടി വരുന്നുള്ളൂ. പക്ഷേ അതിനെ കാത്തു നിന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കടൽ മേഖലയിൽ തന്നെ മെയിനോ അതും കാര്യങ്ങൾ പിടിക്കാനോ അതിനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എല്ലാവരും കടൽ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. കടലിൽ പോകുന്ന ആളുകളൊക്കെ തന്നെ. കനത്ത ജോലിയാണ്, ചെറിയ വരുമാനവും. കടലിൽ പോകാൻ കഴിയാത്ത വറുതിയുടെ കാലത്തും ചെറിയ വരുമാനമെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ള സന്തോഷത്തിലാണ് ഇവർ. ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ പെടാപ്പാടാണല്ലേ. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.